നമസ്കാരം. റഷ്യയുടെ സാറാത്തോവിലെ ആണവ ബോംബർ താവളത്തിന് നേരെ യുക്രൈൻ ആക്രമണം. വൻ തീപിടുത്തം. കോക്പിറ്റിൽ നിന്നും തോക്കെടുത്ത യുക്രൈനിയൻ സൈനികൻ റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചിടുന്ന വീഡിയോ പുറത്ത്. ശരത്കാലത്ത് വൻ പടപ്പുറപ്പാടിന് റഷ്യ ലക്ഷക്കണക്കിന് റഷ്യക്കാരെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പുടിൻ. അതിർത്തിയിൽ നിന്നും 1000 മൈൽ അകലെയുള്ള എണ്ണ ശുദ്ധീകരണശാലകൾ തകർത്ത് യുക്രൈനിയൻ ഡ്രോണുകളുടെ അതിഭീകരമായ ആക്രമണം, അതിൻ്റെ വീഡിയോ അടക്കം പുറത്തേക്ക് വരികയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് പോകുന്നതായാണ് റിപ്പോർട്ടുകൾ. ആകാശത്ത് വിമാനത്തിലിരുന്ന് തോക്കെടുത്ത് ശത്രു ഡ്രോണുകളെ വെടിവെച്ചിടുന്ന കാഴ്ച തൊട്ട് റഷ്യയുടെ അതിർത്തിക്കുള്ളിലെ ആണവ ബോംബർ താവളങ്ങളും എണ്ണ ശുദ്ധീകരണശാലകളും തകർത്തതുവരെയുള്ള ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് യുക്രൈൻ സൈന്യം പ്രതിരോധ രംഗത്ത് വൻ മുന്നേറ്റം നടത്തുന്നു. വിമാനത്തിന്റെ തുറന്ന കോക്പിറ്റിലിരുന്ന യുക്രൈനിയൻ സൈനികൻ റഷ്യയുടെ ഷാഹദ് ഡ്രോണുകൾ വെടിവെച്ചിടുന്നതിന്റെ ദൃശ്യങ്ങൾ ആഗോളതലത്തിൽ വൻ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. വിമാനത്തിന്റെ പിൻസീറ്റിലിരുന്ന സൈനികൻ അസാധാരണ കൃത്യതയോടെ അസോൾട്ട് റൈഫിൾ ഉപയോഗിച്ച് റഷ്യൻ ഡ്രോണുകൾക്ക് നേരെ വെടിയുതിർക്കുകയും തുടർന്ന് ഡ്രോണിന്റെ ചിറകിൽ നിന്നും പുകയുറന്ന് കടലിന് മുകളിൽ വെച്ച് വൻ സ്ഫോടനത്തോടെ തകരുകയും ചെയ്യുന്ന കാഴ്ചകളാണ് പുറത്തുവന്നത്. റഷ്യൻ സൈന്യം ഇറാന്റെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തദ്ദേശീയമായി നിർമ്മിച്ച് യുക്രൈനെ ആക്രമിക്കാൻ അയക്കുന്നതാണ് ഇത്തരം ഷാഹദ് ഡ്രോണുകൾ. ഇതിനു പുറമെ റഷ്യൻ മണ്ണിലേക്ക് ആഴത്തിൽ തുളച്ചു കയറിയുള്ള തിരിച്ചടികളും യുക്രൈൻ ശക്തമാക്കിയിട്ടുണ്ട്. റഷ്യയിലെ സാറാത്തോവ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതും റഷ്യൻ പ്രത്യാക്രമണങ്ങളുടെ പ്രധാന കേന്ദ്രവുമായ ഏംഗൽസ് 2 ആണവ വിമാനത്താവളത്തിന് നേരെ യുക്രൈൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ വൻ തീപിടുത്തമാണ് ഉണ്ടായത്. ഖാഖീവ് ഉൾപ്പെടെയുള്ള യുക്രൈനിയൻ നഗരങ്ങളെ തകർക്കാൻ റഷ്യ നിരന്തരം ഉപയോഗിക്കുന്ന KH-101 മിസൈലുകൾ വഹിക്കുന്ന സ്ട്രാറ്റജിക് ബോംബറുകളുടെ താവളമാണിത്. ഇതുകൂടാതെ അതിർത്തിയിൽ നിന്നും 1000-ലധികം മൈലുകൾ അകലെയുള്ള സൈബീരിയൻ നഗരമായ ട്യൂമനിലെ എണ്ണ ശുദ്ധീകരണശാലയും യുക്രൈനിയൻ ഡ്രോണുകൾ തകർത്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ സമീപ നഗരമായ ഓംസ്ക് സന്ദർശിക്കുന്ന വേളയിലാണ് ഈ വൻ സ്ഫോടനങ്ങൾ നടക്കുന്നത്. റഷ്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലായ പ്രമുഖ ഇ-കൊമേഴ്സ് കമ്പനിയായ വൈൽഡ് ബെറീസിന്റെ വെയർഹൌസുകൾക്ക് നേരെയും വാഹന വ്യൂഹങ്ങൾക്ക് നേരെയും തുടർച്ചയായ 10ാമത്തെ ഡ്രോൺ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. അതേസമയം യുദ്ധത്തിലേറ്റ് തിരിച്ചടികൾ മറികടക്കാൻ റഷ്യ വൻതോതിലുള്ള ശരത്കാല സൈനിക വിന്യാസത്തിന് തയ്യാറെടുക്കുകയാണെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി മുന്നറിയിപ്പ് നൽകി. വരും മാസങ്ങളിൽ ദശലക്ഷക്കണക്കിന് റഷ്യക്കാരെ നിർബന്ധിത സൈനിക സേവനത്തിനായി പുടിൻ പ്രഖ്യാപിക്കുമെന്നാണ് യുക്രൈനിയൻ രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കുന്നത്. യുദ്ധമുന്നണിയിൽ കൊല്ലപ്പെടുന്ന റഷ്യൻ പടയാളികളുടെ എണ്ണം ഉയർന്നതോടെയാണ് പുടിൻ കൂടുതൽ ആളുകളെ തെരുവിൽ നിന്നും സൈന്യത്തിലേക്ക് എത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. നിലവിൽ ദോബ്രോപില്ലിയ മേഖലയിൽ 9 റഷ്യൻ ടാങ്കുകളും ആംഡ് വാഹനങ്ങളും ഡസൻ കണക്കിന് റഷ്യൻ സൈനികരെയും വധിച്ചതായി യുക്രൈൻ അവകാശപ്പെട്ടെങ്കിലും കഴിഞ്ഞ ദിവസം യുക്രൈനിലെ ആയുധ പ്രദർശനത്തിന് നേരെ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെടുകയും 70ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് യുക്രൈന് വലിയ തിരിച്ചടിയായും മാറിയിട്ടുണ്ട്.